ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു വ്യത്യസ്തമായ വിഷയത്തെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഈ ശബ്ദം നമ്മൾ ഈ ശബ്ദം പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ആ വോയിസ് മെസ്സേജ് തിരിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെൻ്റെ ശബ്ദം തന്നെയാണോ? കാരണം നമ്മുടെ ശബ്ദം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു അരോചകമായി തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാടുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ സ്വന്തമായി ഉദാഹരണത്തിന് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് നമുക്കത് വളരെ മനോഹരമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതേ പാട്ട് മറ്റൊരാൾ കേൾക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് വളരെ മോശമായൊരു ശബ്ദമാണ് താങ്കളുടെ വരുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ളൊരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കമന്റ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ പാട്ട് വളരെ മനോഹരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് മറ്റൊരാൾ ഇത് വളരെ മോശമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് നമ്മൾ അനുഭവിക്കുന്ന അതേ ആ ഒരു ശബ്ദം അനുഭവിക്കാൻ പറ്റാത്തത്? അത് കുറേ നാളായിട്ടുള്ള എൻ്റെയും ഒരു സംശയമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ഈ സൗണ്ട് ഒരാൾ കേൾക്കുന്നത്. നമ്മുടെ ഈ തൊണ്ടയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ ഫ്രീക്വൻസി മറ്റൊരാളുടെ ഇയർ ഡ്രമ്മിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അയാൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നത്. അത് എയറിലൂടെയുള്ള ആ ഒരു സഞ്ചാരം നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അങ്ങനെ നമ്മളീ സംസാരിക്കുന്ന സൗണ്ട് മറ്റൊരാൾ കേൾക്കുന്നത് ഇയറിലൂടെയാണ്. ഈ ഇയറിലൂടെ സഞ്ചരിക്കുന്ന ആ ഫ്രീക്വൻസിയിലൂടെയാണ് നമ്മുടെ ശബ്ദം മറ്റൊരാൾ കേൾക്കുന്നത്. പക്ഷെ നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് എയറിലൂടെ മാത്രമല്ല. അവിടെയാണ് ഈ ഒരു ഫാക്ടർ ഒളിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് ഇയറിലൂടെ ഒരു വേ എന്ന് പറയുന്നത് എയർ തന്നെയാണ്. അതായത് നമ്മുടെ ശബ്ദം നമ്മുടെ തൊണ്ടയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഈ ചെവിയിലെ ഈ ഒരു ഇയർ ഡ്രമ്മിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നതും ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്ത രണ്ടാമതൊരു മാർഗം കൂടിയുണ്ട്. രണ്ടാമതൊരു വേയിൽ കൂടെ നമ്മുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്, അതാണ് ബോൺ കണ്ടക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഈ തൊണ്ടയിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വൈബ്രേഷൻസ് നമ്മുടെ ഈ സ്കൾ അല്ലെങ്കിൽ നമ്മുടെ ഈ അസ്ഥിയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് ഇയർ ഡ്രമ്മിനെ ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കോക്ലിയയിൽ അഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കോക്ലിയനെ വൈബ്രേറ്റ് ചെയ്യിച്ച് നമ്മുടെ സൗണ്ട് നമുക്ക് തന്നെ കേൾക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനാണ് ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബോൺ കണ്ടക്ഷനിൽ ശരിക്കും ഇയർ ഡ്രമ്മിലൂടെ ചെന്ന് വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ളതല്ല, ശബ്ദമല്ല അവിടെ കേൾക്കുന്നത്. നമ്മുടെ ബോൺ വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബോൺ വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻസ് നമ്മുടെ കേൾവിക്ക് കാരണമാകുന്നു. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു ചെറിയൊരു പരീക്ഷ നടത്തി നോക്കിയാൽ നിങ്ങൾ ചെവി ശരിക്കും നിങ്ങൾ അടച്ചു പിടിച്ച് നിങ്ങൾ ഇയർ ഡ്രമ്മിലോട്ട് പുറത്തുനിന്നുള്ള ഒന്നും കേൾക്കാത്ത രീതിയിൽ അടച്ചു പിടിച്ചാൽ പോലും നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനാവും. അതെങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ ഒരു രീതിയിലൂടെയാണ് നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനാവുന്നത്. അതായത് എത്രത്തോളം ചെവി അടച്ചു പിടിച്ചാലും എത്രത്തോളം ചെവിയെ നമ്മൾ മൂടി എയർ ഡ്രമ്മിനെ പ്രവർത്തനരഹിതമാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം ഈ ഒരു ബോൺ കണ്ടക്ഷനിലൂടെ നമുക്ക് കേൾക്കാനാവും. അപ്പം ഈ ബോൺ കണ്ടക്ഷനിലൂടെ വരുന്ന ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ബോൺ കണ്ടക്ഷനിലൂടെ വരുന്ന ശബ്ദം കുറച്ചൊരു ലോ ഫ്രീക്വൻസി ആയിരിക്കും, കുറച്ചൊരു ഡീപ്പായിട്ടുള്ള വോയിസ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചിട്ട് ഒന്ന് ചെവി അടച്ചു പിടിച്ച് ചെവിയിലെ ഇയർ ഡ്രം വർക്ക് ചെയ്യാത്ത രീതിയിൽ, അതായത് അവിടേക്ക് ശബ്ദം വരാത്ത രീതിയിൽ നിങ്ങൾ ചെവി അടച്ചു പിടിച്ച് നിങ്ങളൊന്ന് പാടി നോക്കൂ അല്ലെങ്കിൽ സംസാരിച്ച് നോക്കൂ. കുറച്ചൊരു ഡീപ്പായിട്ടുള്ള വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ സാധാ ആ ഒരു രണ്ടോട് മിക്സ് ആയിട്ടുള്ള സൗണ്ടിനേക്കാളും കൂടുതൽ കുറച്ചൊരു ഡീപ്പായിട്ടുള്ള സൗണ്ടാണ് നമ്മുടെ സ്വന്തം ബോൺ കണ്ടക്ഷനിലൂടെ നമ്മുടെ ചെവിക്ക് അനുഭവപ്പെടുന്നത്. ഈ ഒരു ഡീപ്പായിട്ടുള്ള വോയിസും ഈ എയറിലൂടെ വരുന്ന വോയിസോടെ മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അത് കാലങ്ങളായി ചെറുപ്പം തൊട്ട് നമ്മൾ ജനിച്ച ആ ഒരു കാലം തൊട്ട് നമ്മുടെ തലച്ചോറ് ആ ഒരു സൗണ്ടിനെയാണ് നമ്മുടെ ശബ്ദമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതേസമയം നമ്മളൊരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും കൊല്ലങ്ങളായി അനുഭവിച്ച ഈ ഒരു എയർ കണ്ടക്ഷന്റെയും ബോൺ കണ്ടക്ഷന്റെയും മിക്സ് ആയിട്ടുള്ള ആ ഒരു സൗണ്ടിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള മറ്റൊരു സൗണ്ടാണ് ആ ഒരു വോയിസ് മെസ്സേജിൽ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ആരുടെ ശബ്ദമാണ്, ഇത് എൻ്റെ ശബ്ദമല്ലല്ലോ. പലപ്പോഴും ആദ്യമായി വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച കാലത്ത് വോയിസ് മെസ്സേജ് ഒക്കെ ആദ്യമായി വന്ന ആ സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായി, ആദ്യമായിട്ട് വോയിസ് മെസ്സേജ് ഇടുന്ന സമയത്ത് തിരിച്ച് നമ്മൾ അയച്ച വോയിസ് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ ഇത് എൻ്റെ ശബ്ദമല്ലല്ലോ, ഇത് വാട്സപ്പിൻ്റെ എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ ഫോണിൻ്റെ എന്തോ പ്രശ്നമാണ്. പക്ഷെ ഫോണിൻ്റെയും വാട്സപ്പിൻ്റെയും പ്രശ്നമല്ല, അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. മറ്റൊരാൾ കേൾക്കുന്നത് ഈ ഒരു എയറിലൂടെ മാത്രമുള്ള ആ ഒരു
ഫ്രീക്വൻസികളെയാണ്. അതുകൊണ്ടാണ് ശരിക്കും അതുപോലെ തന്നെ ഈ ഒരു ബോൺ കണ്ടക്ഷനെ ഉപയോഗിക്കുന്ന ഈ ഒരു ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിനെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ഹെഡ്ഫോൺസ് ഉണ്ട്. ബോൺ കണ്ടക്ഷൻ ഹെഡ്ഫോൺസ് എന്ന് പറയും. ആ ഒരു ബോൺ കണ്ടക്ഷൻ ഹെഡ്ഫോൺസ് നമ്മുടെ ചെവിയിലല്ല വെക്കുന്നത്. അത് ഈ ചെവിയുടെ ഈ ഒരു ഭാഗത്ത്, നമ്മുടെ ഈ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആ ഒരു ബോൺസിനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി ശരിക്കും നമ്മുടെ ഈ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ്. അതായത് ബോൺ കണ്ടക്ഷനിലൂടെ സൗണ്ട് ഡീപ്പ് ആകുന്നു. ആ ഡീപ്പായിട്ടുള്ള ലോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടാണ് നമ്മൾ നമ്മുടേതായി കേൾക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് എന്തുകൊണ്ട് പിന്നെ ആ ഒരു ബോൺ കണ്ടക്ഷനിലൂടെ തന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള സൗണ്ട് ചെവിയിലെ ഇയർഡ്രമ്മിൽ എത്തിക്കാതെ തന്നെ നമുക്ക് കേൾക്കാനാകും എന്നുള്ളൊരു കണ്ടുപിടുത്തം, എന്നൊരു ആശയം ഉദിച്ചതിൽ നിന്നാണ് ബോൺ കണ്ടക്ഷൻ ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഇവോൾവ് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ശബ്ദം ഡീപ്പായിട്ടുള്ള ഈ വോയിസും പിന്നെ എയറിലൂടെ വരുന്ന ഈ വോയിസും മിക്സ് ചെയ്യുന്നത് ബ്രെയിൻ ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ബ്രെയിൻ ഈ സൗണ്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ടാണ് നമുക്ക് നമ്മുടെ സൗണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള ആ ഒരു എന്താ പറയുക, അതിലുള്ള ആ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്വയച്ചേർച്ചകൾ, നമ്മളൊരു പാട്ട് പാടുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ശരിക്കും ഇറേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ തലച്ചോറിൽ അതിനെ രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ശബ്ദം നമ്മൾ കേട്ടതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം ശബ്ദം കേട്ടതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇതുപോലെ പാളിച്ചകളെല്ലാം ഇറേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമുക്കത് വളരെ ആസ്വാദ്യകരമായി തോന്നുന്നത്. പക്ഷെ ശരിക്കും എതിരെ നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും പ്രോസസ്സുകൾ ഒന്നും നടക്കുന്നത് അറിയുക പോലുമില്ല. അയാൾ ജസ്റ്റ് നമ്മുടെ തൊണ്ടയിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഫ്രീക്വൻസി അയാളുടെ ചെവിയിലെത്തുന്നത് മാത്രമാണ് അയാളുടെ കണ്ണിൽ, അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ആ ഒരു ശബ്ദം. ഒരു ശബ്ദത്തെ വെച്ച് മാത്രം ആണ് മറ്റൊരാൾ നമ്മുടെ പാട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശബ്ദത്തെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നന്നായിട്ട് പാടുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും മറ്റൊരാൾക്ക് അതേപടി അനുഭവിക്കാത്തതിന്റെ ശരിക്കുള്ള റീസൺ ഇത് തന്നെയാണ്. ബോൺ കണ്ടക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പ്രോസസ്സും കൂടെ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ ശബ്ദം നമുക്ക് കുറച്ചുകൂടെ പ്രിയപ്പെട്ടതായി ഫീൽ ചെയ്യുന്നത്. ഒരു ചെറിയ വിഷയമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.